ഹായ്, എല്ലാവർക്കും നമസ്കാരം. അബി ആൻഡ് ടതു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാടൻ ടേസ്റ്റി ആയിട്ട് ഒരു കടുമാങ്ങ അച്ചാറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഞാനിവിടെ 4 മാങ്ങയാണ്, നല്ല പുളിയുള്ള നല്ല മാങ്ങയാണ്. ഇപ്പോൾ ഫ്രഷായിട്ട് പറിച്ചെടുത്തതാണ്. അതിന് എടുത്തിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല കഴുകി തുടച്ച് വെച്ച മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം അത് ഇങ്ങനെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്യാം. അത് കയ്യിൽ വെച്ച് ചെയ്യാനാണ് കേട്ടോ കൂടുതൽ എനിക്കിഷ്ടം. നമ്മൾ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം കയ്യിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് ഇത് ഇതുപോലെ 4 പൊളപ്പാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ അമ്മമാരുണ്ടാക്കി തന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടുമാങ്ങ അച്ചാറാണ്. നല്ല പൊളന്നെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ കീറി വെച്ചിട്ട് നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അല്ലെ നല്ല കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. മുറിച്ചെടുത്താൽ ഇതൊരു പ്രത്യേക സ്റ്റൈലാണ് കാണാനല്ലേ. എനിക്ക് വലിയ കഷ്ണം മുറിക്കുന്നതിനെക്കാട്ടും നല്ല എനിക്ക് ചെറുതായിട്ട് നൈസായിട്ട് മുറിച്ചെടുത്തിട്ട് അത് അരിഞ്ഞെടുത്തത് കാണാനാണ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപ്പും പിടിക്കാനും പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. എത്ര കാലം നിന്നുകൊണ്ട് നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയായ അച്ചാറാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വലിയ കുറേ സ്പൈസിയും അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. സ്പൈസി ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ കൂടുതൽ സ്പൈസിയൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് അരിഞ്ഞെടുത്ത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അത് ഞാൻ കാണിച്ചുതരാം. എല്ലാം അരിഞ്ഞെടുക്കട്ടെ. നല്ല ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പ്രത്യേക സ്റ്റൈലില്ല കാണാൻ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലോണം മൂത്തിനായിരുന്നു മാങ്ങ. നല്ല പുളിയുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങയുടെ ടേസ്റ്റ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്. നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. തൊലി കളഞ്ഞിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. പച്ചമുളക് നല്ലോണം കഴുകി വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ റൗണ്ടിൽ മുറിച്ചെടുക്കാം കേട്ടോ. മൊത്തം അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ. ഇത് വലിയ എരിവൊന്നുമില്ല. എൻ്റെത് മീഡിയം എരിവ് മാത്രമേ ഉള്ളൂ, സ്പൈസി കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടിങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത് ഇനി ഞാനത് അതിലേക്ക് ഉപ്പ് കുറച്ചധികം ഉപ്പ് വേണം കേട്ടോ. അത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞാൻ കുറച്ചധികം ഉപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെച്ചുകൊണ്ട് നമുക്കത് അതിൽ തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. കണ്ട. പിന്നെ ഞാൻ ഇനി കുറച്ച് മുളക് പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മുളക് പൊടി സാധാരണ മുളക് പൊടി തന്നെയാണ് കേട്ടോ. കൂടുതലൊന്നും അധികം വരില്ല. നല്ല കളറാണ് കേട്ടോ ഇവിടുത്തെ മുളകിന്. ഞാൻ പുറത്തൊന്നും വാങ്ങിക്കലില്ല, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എത്രയാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് കുറച്ച് ലൈറ്റായിട്ട് ചെറുങ്ങനെ ചൂടാക്കിയാൽ മതി കേട്ടോ. സിമ്മിലിട്ടിട്ട് ഒരു പാൻ വെച്ചിട്ട് ചെറുങ്ങനെ ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇളം ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക. അധികം ഇതാക്കല്ല, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മിലിട്ടിട്ട് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ. അതെ, ഇതുപോലെ
ചില ആൾ അച്ചാർ പൊടിയൊക്കെ ഇടുന്നതാണ് കേട്ടോ. ഞാൻ പക്ഷെ അതൊന്നും ചേർക്കില്ല. ഇത് മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അതിൽ വെള്ളമുണ്ടല്ലോ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ലോണം മിക്സ് ആയിക്കോളും. ഈ ഉപ്പിട്ട് വെക്കുമ്പോൾ തന്നെ നല്ല മാങ്ങയിലെ അല്ല വെള്ളമെല്ലാം ഇറങ്ങി വരുമല്ലോ നല്ലോണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു മിക്സി ജാറിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് പോലെ ഇനി നമുക്ക് അതും കൂടെ ഈ മാങ്ങൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എത്ര ആവശ്യമാണ് അത്ര ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് അധികമല്ല. എന്നിട്ട് പിന്നെ കുറച്ച് കയ്പ്പ് രസമായിരിക്കുമല്ലോ. കയ്പ്പ് ഒരു ചവർപ്പ് പോലെ ഒരു ടേസ്റ്റ് ആയിരിക്കും. കടുമാങ്ങ അച്ചാറാണല്ലോ, അപ്പം കടു കുറച്ചധികം ഇട്ടാൽ ഒരു പ്രത്യേകം മുന്നിട്ട് നിൽക്കുന്ന പോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഉപ്പ് പാകത്തിനുണ്ടായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം മിക്സ് ചെയ്ത് ഇത് അടിപൊളി അച്ചാർ. പിന്നെ ഞാനിത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ. പിന്നെ വിനാഗിരി ഒന്നും ചേർക്കാറില്ല ഇതിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുറേ ദിവസം പുറത്തുതന്നെ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല, വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇളം ചൂടുവെള്ളം തിളപ്പിച്ച ആ ചൂടോടെ ഒഴിക്കണം കേട്ടോ. ആറിയിട്ട് മാത്രമേ അത് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാം ഇതാക്കി നല്ലോണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ട് നല്ല അടിപൊളി കടുമാങ്ങ അച്ചാർ റെഡിയായി. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മളിട്ട് വെച്ചാൽ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. നല്ല കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. 1-2 മാസമൊക്കെ ഞാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ. അപ്പോഴേക്കും അത് എല്ലാം എല്ലാവരും കഴിച്ച് കഴിയും കേട്ടോ. അധികമൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. നല്ല ടേസ്റ്റാണ്. ഇത്രയും മതി. അധികം കുറേ സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു കടുമാങ്ങ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. കണ്ടെയ്നറിൽ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് നല്ലോണം വൃത്തിയായിട്ട് അടച്ച് വെച്ചാൽ മതി. നമുക്ക് ഇത് ബൗള് പകുതി ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം നല്ല മൂടിയിട്ടിട്ട് നല്ല വൃത്തിയിൽ അടച്ച് വെച്ചാൽ കുറേ കാലം സൂക്ഷിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.